You are watching TV Next. നമസ്കാരം. ഈ നൂറാണി ആയുർവേദ വൈദ്യശാല ഒരുപാട് പഴക്കമുള്ളതാണ്. ഒരു 10-60 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു വൈദ്യശാല പരമ്പരാഗതമായിട്ടാണ് നടത്തി വരുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ പത്മനാഭപിള്ള, പിന്നെ അപ്പൂപ്പൻ പരമേശ്വരൻ പിള്ള ഗവൺമെൻറ് ഗ്രാൻഡുവേറ്റിനായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ സോമസുന്ദരൻ നായർ ഗവൺമെൻറ് ഗ്രാൻഡുവേറ്റിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരമേശ്വരൻകുട്ടി ഞാൻ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വൈദ്യം, അതായത് എന്നെ പ്രത്യേകിച്ച് ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലാണ് വൈദ്യം പഠിപ്പിച്ചത്. ഈ മർമ്മ വൈദ്യനെയും മറ്റേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഈ പ്രത്യേകിച്ച് പഴയ വൈദ്യന്മാരെ കൊണ്ട് തന്നെ അച്ഛൻ അഗതതന്ത്ര വിദഗ്ധനായിരുന്നു. അപ്പോൾ ഓരോ മർമ്മം അങ്ങനെ ഓരോന്നും ബാലരോഗം ഓരോന്നും പ്രത്യേകം ശാസ്ത്രീയമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ 17ാമത്തെ വയസ്സ് കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ കൂടെ വൈദ്യശാസ്ത്രം അഭ്യസിച്ചു വരികയായിരുന്നു. കുട്ടിക്കാലം മുതൽ ഏകദേശം 17 വയസ്സ് മുതൽ അച്ഛൻ്റെ ശിഷ്യത്വത്തിൽ അച്ഛൻ്റെയും അച്ഛൻ നോമിനേറ്റ് ചെയ്യുന്ന മറ്റുള്ളവരുടെ ശിഷ്യത്വത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്പലത്തറ എനിക്കൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പാച്ചല്ലൂരും ഞാൻ അമ്പലത്തറയുമായിരുന്നു. അമ്പലത്തറ നൂറാണി ആയുർവേദ വൈദ്യശാല, പാച്ചല്ലൂർ നൂറാണി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഞങ്ങളാരും തന്നെ ഈ വെറൊരു ബിസിനസ്സായിട്ട് വൈദ്യശാസ്ത്രത്തെ കണ്ടിട്ടില്ല. വൈദ്യം ഒരു കച്ചവട സ്ഥാപനമോ ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. രോഗിയുടെ മനസ്സിലെ ആദി ക്ഷമാപൂർവ്വം മനസ്സിലാക്കി മാറ്റിയാൽ അവരുടെ വ്യാധി മാറുകയുള്ളൂ എന്നാണ് എൻ്റെ പിതൃക്കന്മാർ എന്നെ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരുപാട് രോഗങ്ങൾ മനോജന്യ രോഗങ്ങളാണ്. അതിന് മനസ്സമാധാനം കൊടുക്കുക, സ്വസ്ഥത കൊടുക്കുക, അവരെ പേടിപ്പിക്കാതിരിക്കുക, അവർക്ക് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് കുറച്ച് മരുന്ന് മതിയാവും. അത്യാവശ്യം തലോടൽ പോലും ചിലപ്പോൾ രോഗത്തിന് ശമനം വരാം. അത്തരത്തിൽ വരുന്നത് കൊണ്ട് വൈദ്യം ഒരു ബിസിനസ് സ്ഥാപനമല്ലാത്തത് കൊണ്ട് ദൈവാധീനം കൊണ്ട് അനുദിനം ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ പേഷ്യൻസ് പല സ്ഥലത്തുനിന്നും. അതിനുശേഷം എൻ്റെ മകള് BAMS കഴിഞ്ഞു, ഡോക്ടർ ഗോപിക പരമേശ്വരൻ. ഡോക്ടർ ഗോപികയും എൻ്റെ കൂടെ തന്നെ, മാത്രമല്ല കുറേ 8-10 മറ്റ് ആയുർവേദ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരും ഹോമിയോപ്പതി ഡോക്ടർമാരുമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായി തന്നെ പഠിച്ച് ചെയ്യണതിലാണ് അതിനകത്ത് സത്തയുള്ളത്. കാരണം പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് വെറുതെ അച്ഛൻ വൈദ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പാരമ്പര്യം കിട്ടുന്നില്ല. ജനിച്ചത് മുതൽ പിതാവിൻ്റെ കൂടെ തന്നെ വൈദ്യശാസ്ത്രം അഭ്യസിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച് തന്നെ നമ്മൾ ചികിത്സിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ പിന്നോക്കം പോവില്ല. ആൾക്കാർക്ക് മനസ്സിലാവും.
ആ ചികിത്സകൻ്റെ യോഗ്യതയെപ്പറ്റി വരുന്ന രോഗിക്ക് മനസ്സിലാവും. അത്രയും പ്യൂരിറ്റിയോടുകൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കണം. ഈ അഷ്ടാംഗ ഹൃദയവും സഹസ്രയോഗവും മാധവ നിദാനവും ചരക സംഹിതയും സുശ്രുത സംഹിതയും എല്ലാം കൃത്യമായിട്ട് പഠിച്ച് തന്നെ വൈദ്യശാസ്ത്രം അഭ്യസിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാനൊരു പാരമ്പര്യ വൈദ്യനാണെങ്കിലും എനിക്ക് എൻ്റെ പാരമ്പര്യത്തിൽ ക്വാളിഫൈഡ് ആക്കണമെന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിലേക്ക് ഒരുപാട് നല്ലവരാകണമെന്നില്ല, പഠിച്ചവരല്ലാത്തവരും ഇത് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മകളെ BAMS വിടുകയും ഇപ്പോൾ എൻ്റെ കൂടെ 2 വർഷം കൊണ്ട് വൈദ്യശാസ്ത്രം അയാളിലേക്ക് കൈമാറാൻ അടുത്ത അവകാശിയിലേക്ക്, അതായത് പത്മനാഭ പിള്ള, പരമേശ്വരൻ പിള്ള, സോമസുന്ദരൻ നായർ, പരമേശ്വരൻ കുട്ടി, അത് കഴിഞ്ഞ് ഗോപിക പരമേശ്വരനിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഞാൻ. പ്രത്യേകിച്ച് പരമ്പരാഗതമായി ഇപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ വൈദ്യം അഭ്യസിക്കുന്നവർക്കാണ് വൈദ്യശാലയും സ്ഥലവും കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അച്ഛന് ഞാൻ കുറച്ച് അച്ഛൻ്റെ പ്രായമായതിനു ശേഷം അച്ഛൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എന്നെ. കാരണം എന്ന് വെച്ചാൽ 2 പെൺകുട്ടികളായിരുന്നു, അച്ഛന് 2 പെൺമക്കളായിരുന്നു. അപ്പോൾ ഈ പാരമ്പര്യം നിലനിർത്താൻ അവർ മകനുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അതൊരു ഡെഡിക്കേഷനായിട്ട് ഒരു വരികയും ഞാനുണ്ടാവുകയും എനിക്ക് എന്നെ വൈദ്യനായി തന്നെ ജനിച്ചത് മുതൽ വൈദ്യനാണ്, ആ രീതിയിൽ തന്നെ വളർത്തിയെടുത്ത് കുട്ടിക്കാലം മുതൽ വൈദ്യശാസ്ത്രം തന്നെ എൻ്റെ രക്തത്തിലേക്ക് പ്രത്യേകിച്ച് കുത്തിവെച്ച് പഠിപ്പിച്ച്, അതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് പഠിക്കണ്ട, നമ്മളെ രക്തത്തിൽ തന്നെ ഈ ഒരു പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എൻ്റെ മകൾക്കും ആ ഒരു പാരമ്പര്യം എന്നിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അവൾക്കും ഒരുപാട്, അവൾ ആയുർവേദ കോളേജിൽ പഠിച്ചുവെങ്കിലും അവൾക്ക് അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് എൻ്റെ കൂടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസാണ്. എൻ്റേതായിട്ടുള്ള കുറേ മരുന്നുകളുണ്ട്. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത, മരുന്നുണ്ടാക്കുന്നതിനുള്ള ആത്മാർത്ഥത, ചികിത്സിക്കുന്നതിനോടുള്ള ആത്മാർത്ഥത, രോഗിയും വൈദ്യനും തമ്മിലുള്ളൊരു ആത്മബന്ധം, രോഗിയും വൈദ്യനും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടായാലേ രോഗശമനം വരികയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗിയുടെ മനസ്സിലെ ആദി ക്ഷമാപൂർവ്വം മനസ്സിലാക്കി മാറ്റിയാലേ അവരുടെ വ്യാധി മാറുകയുള്ളൂ. വൈദഗ്ധ്യത്തിൽ മാത്രമല്ല കാര്യം, നമ്മളെ പേഷ്യൻസുമായുള്ളൊരു ആത്മബന്ധത്തിലാണ് പല രോഗങ്ങളും മാറുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.